ഹലോ. ഈ ഫേംസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അടുത്ത വർഷം മുതൽ ഇൻകം ടാക്സ് നിയമത്തിൽ വരുന്ന ഒരു മാറ്റമുണ്ട്. അതായത് ഫേംസ് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രണ്ട് എൻറ്റൈറ്റീസ് ആണ് ഉൾപ്പെടുക. ഒന്ന് നമ്മുടെ സാധാരണ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം നിലവിൽ വരുന്ന ഫേം. മറ്റൊന്ന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരം നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ. ഈ രണ്ട് സ്ഥാപനങ്ങളെയാണ് ഇൻകം ടാക്സ് ആക്ടിൽ ഫേം എന്നുള്ള ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങൾക്ക് നാളെ 2025 മുതൽ വരുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഇവർ ഈ പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP അവരുടെ പാർട്ട്നേഴ്സിന് നൽകുന്ന സാലറി, റെമ്യൂണറേഷൻ, കമ്മീഷൻ പോലുള്ള പേയ്മെൻറ്റ്സിന് TDS പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ വിത്ത് ഇഫക്റ്റ് ഫ്രം 1/4/2025 ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ പാർട്ട്നേഴ്സിന് നൽകുന്ന ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകൾക്ക് TDS കട്ട് ചെയ്തിട്ട് വേണം നൽകാൻ. ഉദാഹരണത്തിന്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പാർട്ട്നേഴ്സിന് സാലറി ആയിട്ടോ റെമ്യൂണറേഷനായിട്ടോ അതല്ലെങ്കിൽ കമ്മീഷനായിട്ടോ 1 lakh rupee ഒരു വർഷം പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അത്തരം സംഖ്യയിൽ മുൻപ് TDS പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ലഭിക്കുന്ന പാർട്ട്ണർ അവരുടെ ആ വർഷത്തെ ഇൻകം എത്രയാണ് മറ്റ് സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്ന ഇൻകത്തിൻ്റെ കൂടെ ഈ എമൗണ്ട് കൂടി ചേർത്ത് അവരുടെ പേഴ്സണൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇൻകം ടാക്സ് അടയ്ക്കാറായിരുന്നു പതിവ്. എന്നാൽ ഈ നിയമം വരുന്നതോട് കൂടിയിട്ട് ഫേം അഥവാ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഇത്തരത്തിൽ അവരുടെ പാർട്ട്നേഴ്സ് കൈപ്പറ്റുന്ന സംഖ്യയുടെ മുകളിൽ TDS പിടിച്ച് അടവാക്കണമെന്നാണ് പുതിയ മാറ്റം വ്യവസ്ഥ ചെയ്യുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 194T എന്ന് പറയുന്ന ഒരു സെക്ഷനിലൂടെയാണ്. ആ സെക്ഷൻ പറയുന്നത്, അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ക്ലോസ് 1ഉം ക്ലോസ് 2ഉം. ക്ലോസ് 1ൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫേം എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം നിലവിൽ വരുന്ന 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം നിലവിൽ വരുന്ന ഫേം ആവാം, അതല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരം നിലവിൽ വരുന്ന ഫേം ആവാം. ഈ ഫേം അവരുടെ പാർട്ട്നേഴ്സിന് നൽകുന്ന സാലറി, റെമ്യൂണറേഷൻ, കമ്മീഷൻ, അതുപോലെ ഇൻട്രസ്റ്റ് പോലുള്ള കാര്യങ്ങളിൽ TDS ആദ്യം തന്നെ കളക്ട് ചെയ്യണം എന്നുള്ളതാണ്. TDS കട്ട് ചെയ്തിട്ട് വേണം അവർക്ക് പ്രസ്തുത പേയ്മെൻറ്റ് റിലീസ് ചെയ്ത് നൽകാൻ എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്തരത്തിൽ കളക്ട് ചെയ്യേണ്ടത് ഒരു പാർട്ട്ണർക്ക് ഒരു വർഷം അഗ്രിഗേറ്റ് 20,000 rupees മുകളിൽ പേയ്മെൻറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആണെന്ന് കൂടെ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ എൻവയോൺമെൻറ്റിൽ പാർട്ട്നേഴ്സിന് സാലറിയോ അല്ലെങ്കിൽ റെമ്യൂണറേഷനോ ലഭിക്കുന്നത് ആ പാർട്ട്നേഴ്സ് തൻ്റെ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ട്ണർക്ക് ഒരു പാർട്ട്ണർഷിപ്പ് പോലും ഒരുപക്ഷെ ഉണ്ടാവില്ല അഗ്രിഗേറ്റ് ആയിട്ട് ഒരു വർഷം 20,000 താഴെ സാലറി ആയിട്ടോ റെമ്യൂണറേഷൻ ആയിട്ടോ വാങ്ങുന്നത്. പ്രോഫിറ്റിലുള്ള ഒരുവിധം പാർട്ട്ണർഷിപ്പ് ഫേം എല്ലാം തന്നെ താങ്കളുടെ വർക്കിംഗ് പാർട്ട്നേഴ്സിന് ഒരു മാസം ഒരു 20,000 25,000 മാസം തന്നെ പേയ്മെൻറ്റ് സാലറി ആയിട്ട് നൽകുമെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥയിൽ ഒരുവിധം എല്ലാ പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേംസും, പ്രോഫിറ്റിലോടുന്ന എല്ലാ ഫേംസും വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇത്തരത്തിൽ TDS പിടിക്കേണ്ടത് 20,000 rupees അഗ്രിഗേറ്റ് 1 year ഒരു പാർട്ട്ണർക്ക് നൽകുന്നുണ്ട്, അതിന് മുകളിലേക്ക് നൽകുന്നുണ്ടെങ്കിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ വ്യവസ്ഥ 194T ക്ലോസ് 2ൽ പറഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിൽ TDS കളക്ട് ചെയ്യേണ്ടത് 10% പറഞ്ഞിട്ടുണ്ട്. അതായത് അഗ്രിഗേറ്റ് ആയിട്ട് ഒരു പാർട്ട്ണർക്ക് ഒരു വർഷം ഒരു ഫേം നൽകുന്ന സാലറി 1 lakh rupees ആണെങ്കിൽ അതിൻ്റെ 10% 10,000 rupees പാർട്ട്ണർഷിപ്പ് ഫേം പിടിച്ച് ഇദ്ദേഹത്തിൻ്റെ, ഈ പാർട്ട്ണറുടെ ഇൻകം ടാക്സ് അക്കൗണ്ടിലേക്ക് നേരത്തെ തന്നെ അടവാക്കി വെക്കണം. TDSൻ്റെ പ്രത്യേകം നമുക്കറിയാം. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ആണ്. അപ്പം നമുക്ക് എവിടെ നിന്നാണോ ഇൻകം ലഭിക്കുന്നത് ആ ഇൻകം സോഴ്സ് തന്നെ TDS കളക്ട് ചെയ്തിട്ട് നേരത്തെ ഇൻകം ടാക്സിലേക്ക് അടവാക്കുന്ന ഒരു ചെക്കിംഗ് മെഷറാണ് നമ്മൾ TDS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം സംഭവിക്കുന്നത്, ഈ പാർട്ട്ണർ അദ്ദേഹത്തിൻ്റെ വർഷാവസാനമുള്ള സർവ്വ സോഴ്സുകളിൽ നിന്നുമുള്ള ഇൻകം ഡിക്ലെയർ ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇപ്രകാരം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടാക്സിന് മുകളിൽ കൂടുതലായിട്ട് അദ്ദേഹത്തിന് ഇൻകം പ്രകാരം
കൂടുതൽ എമൗണ്ട് ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അത് അഡീഷണലി അടച്ചു കൊടുക്കുകയോ അദ്ദേഹം യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ട സംഖ്യ ഓൾറെഡി ഇപ്രകാരം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യമേ അടവാക്കിയിരിക്കുന്ന സംഖ്യയിൽ നിന്ന് താഴെയാണെങ്കിൽ അപ്രകാരം ബാക്കി വരുന്ന കൂടുതൽ അടച്ച സംഖ്യ റീഇംബേഴ്സ് ചെയ്യുകയാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റം നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, 20,000 റുപ്പീസിന് മുകളിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ ഒരു LLPയോ തൻ്റെ പാർട്ട്നേഴ്സിന് സാലറി ആയിട്ടോ റെമ്യൂണറേഷൻ ആയിട്ടോ കമ്മീഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലുള്ള ഇൻട്രസ്റ്റ് ആയിട്ടോ നൽകുന്നുണ്ടെങ്കിൽ അത് 20,000 മുകളിലാണെങ്കിൽ 10% TDS പിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പിടിക്കേണ്ടത് എപ്പോഴാണെന്നുള്ളതാണ്. പിടിക്കേണ്ട സമയവും പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് ഒന്നുകിൽ ഈ കളക്ഷൻ TDS കളക്ഷൻ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അല്ലെങ്കിൽ LLPയുടെ അക്കൗണ്ട്സിൽ എപ്പോഴാണോ എൻട്രി ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്, ആ എൻട്രി ചെയ്യുന്ന ആക്ച്വൽ പേയ്മെൻറ്റ് ആവശ്യമില്ല എന്നർത്ഥം. എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പേ ചെയ്യുന്ന സമയത്ത് പിടിച്ചിരിക്കണം. വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏതാണോ ഫസ്റ്റ് സംഭവിക്കുന്നത് ആ സമയത്ത് പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ LLPയോ 10% TDS പിടിച്ച് അതിനുശേഷം ബാക്കി വരുന്ന സംഖ്യ മാത്രമേ പാർട്ട്നേഴ്സിന് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത് ഇഫക്റ്റീവ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 1/4/2025 ആണ്. അടുത്ത ബിസിനസ് ഇയർ മുതൽ. ഇതുവരെ ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകൾക്ക് TDS സംവിധാനം ഉണ്ടായിരുന്നില്ല. ഓർമ്മ വെക്കേണ്ടത്, ഈ പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ അവരുടെ എംപ്ലോയീസിന്, പാർട്ട്നേഴ്സിനല്ല എംപ്ലോയീസിന് നൽകുന്ന സാലറി പോലുള്ള കാര്യങ്ങളിൽ നേരത്തെ TDS സംവിധാനമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസിന് പോലും ലഭിക്കുന്ന സാലറിയിൽ TDS സംവിധാനം ഉള്ളതാണ്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേമിനോ അല്ലെങ്കിൽ LLPക്കോ അവരുടെ പാർട്ട്നേഴ്സിന് നൽകുന്ന ഇത്തരത്തിലുള്ള സംഖ്യകൾക്ക് മുകളിൽ TDS സംവിധാനം ഇല്ലായിരുന്നു. അതാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. താങ്ക് യു.